കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരെ അപ്പുറത്തിരിക്കുന്നുണ്ട്. മദ്യനിരോധനമായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. ഇപ്പോ വീര്യം കുറഞ്ഞ മദ്യം ഹലാലായോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദാനി മോദി നെക്സസിനെ കുറിച്ച് ഏറ്റവും ശക്തമായി പറയുകയും എന്നെ അയോഗ്യനാക്കിയത് അദാനിക്കെതിരെ സംസാരിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞതും രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി എതിർത്ത അതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്ന് മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ എങ്ങനെ പോയി എന്ന് അറിയണ്ടേ? അതുകൊണ്ടാണ് വി എം സുധീരനും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ ഇതിൽ സംശയം പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല സംശയം. ബഡ്ജറ്റ് രേഖയിൽ പറയുന്നു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു പ്രീമിയം അടക്കേണ്ടി വരും. വളരെ പാവപ്പെട്ടവരായ ആളുകൾക്ക് പ്രീമിയം വേണ്ട, ബാക്കിയുള്ളവർക്ക് പ്രീമിയം അടക്കേണ്ടി വരും. ബാക്കിയുള്ളവർ പണമുള്ളവർ ഇപ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം അടച്ചു വാങ്ങുന്നുണ്ട്. എന്തിനാണ് അവരെ കമ്പൽസറി ആക്കിയിട്ട് സർക്കാർ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും പ്രീമിയം അടക്കണമെന്ന് പറയുന്നത്? ഏത് കമ്പനിക്ക് വേണ്ടിയാണ് എന്നവിടെ വെളിപ്പെടുത്തണം. ഇന്ന് 1 ലക്ഷം രൂപയുള്ളത് ചിലപ്പോ 10 ലക്ഷമായി ആ ഇൻഷുറൻസ് അടിച്ചു മാറ്റാൻ പ്രൈവറ്റ് ആശുപത്രികൾ നോക്കിയാൽ, നാളെ ഇൻഷുറൻസ് ഇല്ലാതെ ഒരാൾ ആശുപത്രിയിൽ ചെന്നാൽ ആ ചികിത്സക്ക് ചെലവ് കൂടിയാൽ വിദേശ രാജ്യങ്ങളിലെ പോലെ ഇൻഷുറൻസിന് വേണ്ടി കാലങ്ങളോളം കാത്തിരുന്ന് ചികിത്സ നേടേണ്ട സാഹചര്യം വന്നാൽ ആരാണ് ഉത്തരം പറയുക? അതിനുള്ള കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടോ? ഉണ്ടാക്കേണ്ടതുണ്ട്. വെറും 10 കോടി മാത്രമാണ് അതിന് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ അദാനിയുടെ ഈ മേഖലകൾ, ബ്ലൂ ഇക്കോണമി അടക്കമുള്ള മേഖലകളിലേക്ക് 1500 കോടിയിലധികം വരുന്ന തുകയുടെ മാറ്റമുണ്ട്. സാധാരണക്കാരന് ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ചികിത്സ ഉറപ്പുവരുത്താനുള്ള പണം പറയുന്നില്ല. 1 കോടി രൂപയാണ് അതിന് അനുവദിച്ചിരിക്കുന്നത്. അദാനിക്ക് 1500 കോടി, സാധാരണക്കാരനും പാവപ്പെട്ടവന് 1 കോടി. അത് ആപ്പ് ഡെവലപ്പ് ചെയ്യാം. PM ശ്രീ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഒരു മന്ത്രി അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ PM ശ്രീ അറബിക്കടലിൽ ഇടുമെന്ന് പറഞ്ഞിട്ട് അവൻ അറബിക്കടലിൽ ആ വോട്ടർമാർ കാത്തിരിക്കുന്നില്ല. കാരണം ആളുകൾക്ക് അറിയാം ഈ വാക്കിന്റെ വില എത്രയായിരിക്കുമെന്ന്. ഇത് പൂർണ്ണമായി നട്ടല് സംഘപരിവാര രാഷ്ട്രീയത്തിന് വേണ്ടി വളഞ്ഞു പൊട്ടിപ്പോകും. അത്രയും അപകടമായ സാഹചര്യത്തിലാണുള്ളത്. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിട്ടുള്ളത് സംഘപരിവാര സംഘടനയുടെ അധ്യാപക സംഘടനയുടെ നേതാവിനെ VC ആയിട്ട് ജയിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിലാണ്. അഭിപ്രായമില്ലേ? എന്റെ ഗവർണറോട് ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തലകുനിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല 19ഓളം വരുന്ന സംഘപരിവാറുകാരെ ആ സെനറ്റിലേക്ക് നിയമിച്ചപ്പോൾ ഒരു ശബ്ദം പോലും ഉയർത്താൻ തയ്യാറായില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ശബ്ദമുണ്ടോ? ഒന്നും പറയുന്നില്ല. ഗവർണറുടെ സ്വന്തം ആളായിട്ടുള്ള ആളെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിയമിച്ചു. നട്ടല്ലെന്ന് നിർത്തിക്കൊണ്ട് അഭിപ്രായം പറയണം. ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തില് ഹലാലായി പോയോ? അദാനിക്ക് വേണ്ടിയും ഇവിടെ ഭരിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ മറവിൽ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കും.